യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സന്ദേശം നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവൻ മാത്രമല്ല, ദൈവം നമ്മെ ശിക്ഷിക്കുന്നവനുമാണ് എന്നുള്ളതായ സന്തുലിതമായ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആ അനിവാര്യതയെക്കുറിച്ചാണ് നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചത്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു നമുക്കെല്ലാവർക്കും ആ ഒരു സന്ദേശം വളരെ അനുഗ്രഹപ്രദമായി തീർന്നു. നമ്മൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ദൈവവചനത്തിനു മുമ്പാകെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആ ദൈവിക കൂട്ടായ്മ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതുണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായ അതേ വേദഭാഗവും അടുത്തുള്ള വേദഭാഗവും വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ. ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്രയപ്പാൻ അവരോടുകൂടെ പോയി. നോക്കൂ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ദൂതന്മാർ വന്നതിൻ്റെ ഉദ്ദേശം കേവലം അബ്രഹാമിനെയും സാറയും അനുഗ്രഹിക്കുക മാത്രമല്ല, സോദോം ഗോമോറയുടെ പാപം ദൈവസന്നിധിയിൽ വലുതായിരുന്നതുകൊണ്ട് അവരെ നശിപ്പിക്കാൻ കൂടെ കടന്നു വന്നതായിരുന്നു ഈ ദൂതന്മാർ. അങ്ങനെ ഈ ദൂതന്മാർ അബ്രഹാമിന്റെ ഭവനത്തിൽ വന്ന് ആഹാരമൊക്കെ കഴിച്ച ശേഷം അബ്രഹാമിനെയും സാറായും അനുഗ്രഹിച്ചതിന് ശേഷം അവർ തിരിച്ച് യാത്ര പുറപ്പെടുക. അവർ എങ്ങോട്ടാണ് തിരിഞ്ഞത്? അവർ സോദോമിലേക്കാണ് തിരിഞ്ഞതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അഥവാ സോദോമിനെ ശിക്ഷിക്കാനുള്ള ആ ദൈവിക ചിന്തയുടെ ഭാഗമായി അവർ അവിടേക്ക് തിരിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബ്രഹാം ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാം അവരെ യാത്രയയപ്പാൻ അവരോടുകൂടെ പോയി. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നതായ ഓരോ സെന്റൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, എന്തിനാണ് അബ്രഹാം അവരെ യാത്രയയപ്പാൻ അവരോടുകൂടെ പോയി എന്നൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നത്? അത് എഴുതേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? കാര്യമുണ്ട്. കാരണം അബ്രഹാം എങ്ങനെയാണ് ദൈവത്തെ ബഹുമാനിച്ചതെന്ന് നമ്മെ വെളിപ്പെടുത്തുവാനാണ് ഈ ഒരു ഭാഗം ഇവിടെ എഴുതിയിരിക്കുന്നത്. അന്നത്തെ ഒരു കസ്റ്റമായിരുന്നു, ഭവനത്തിൽ വരുന്നതായ അതിഥികൾ അവർ മടങ്ങിപ്പോകുമ്പോൾ എത്രത്തോളം ദൂരം അവരെ കൊണ്ടുവിടാമോ അത്രത്തോളം ദൂരം അവരോടുകൂടെ അവരുടെ മടക്കയാത്രയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇത് കാണിക്കുന്നത് അബ്രഹാം എത്രത്തോളം ബഹുമാനവും സ്നേഹവും ആദരവും അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലും ഈ പതിവൊക്കെ ഉണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ഭവനത്തിൽ വരുന്നതായ നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ടവരായ ആളുകൾ കടന്നു വരുമ്പോൾ നമ്മൾ അവരെ യാത്ര അയക്കുവാൻ ഒന്നുകിൽ നമ്മുടെ ഗേറ്റ് വരെയോ അല്ലെങ്കിൽ അല്പം കൂടെ മുമ്പോട്ടോ നമ്മൾ പോകാറുണ്ട്. അവർ പോകുമ്പോൾ അവരെ നോക്കി നമ്മൾ ഇങ്ങനെ യാത്ര പറയാറുണ്ട്. അത് സൂചിപ്പിക്കുന്നത് നമുക്ക് എത്രത്തോളം അവരോട് സ്നേഹമുണ്ട് എന്നുള്ളതും അവർക്കും തിരിച്ച് അതേപോലെ ഒരു ചിന്തയുണ്ട്, എത്രത്തോളം ഈ കുടുംബം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതും. അബ്രഹാം അപ്പവും ഇറച്ചിയും കൊടുക്കുക മാത്രമല്ല, തൻ്റെ പ്രവൃത്തിയുടെ എല്ലാ മേഖലയിലും ദൈവത്തോടുള്ള സ്നേഹവും ആദരവും അബ്രഹാം പ്രകടിപ്പിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഭവനങ്ങളിൽ വരുന്നതായ അതിഥികൾ നമ്മളവരെ സ്നേഹത്താൽ സൽക്കരിക്കുമ്പോൾ തന്നെ അവരോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും തുടർച്ചയായി നമ്മൾ പ്രദർശിപ്പിച്ചാൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഭവനത്തിൽ വരുന്ന ആളുകൾക്ക് വളരെ പ്രയാസത്തോടുകൂടെ നമ്മൾ ആഹാരം കൊടുക്കുകയാണെങ്കിൽ അകത്ത് കയ്പ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പിണക്കം വെച്ചുകൊണ്ട് അതേ നമ്മുടെ പുറത്ത് ആ ചുണ്ടിലൂടെ ചിരികൾ വിടർത്തി നമ്മളവരെ സൽക്കരിക്കുകയാണെങ്കിൽ അത് ഒട്ടും ദൈവീകമല്ല, അത് ദൈവത്തിന് പ്രസാദകരമല്ല. മറിച്ച് നമ്മുടെ അതിഥികളെ എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലകളിലും നമ്മൾ ബഹുമാനിക്കണം. ഇവിടെ അബ്രഹാം അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ അറിയുന്നില്ല ഇത് ദൈവദൂതന്മാരാണെന്ന്. പക്ഷേ അവരോട് ഈ സ്നേഹവായ്പ കാണിക്കുവാൻ, ഈ ആദരവ് കാണിക്കുവാൻ അബ്രഹാമിന് സാധിക്കുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ഇനി മനഃപൂർവ്വമായിട്ടാണെങ്കിൽ അബ്രഹാം മനസ്സിലാക്കുന്നു ഇത് ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിന് ദൂതന്മാർ ആണ് എന്ന് വരികിൽ അബ്രഹാം എങ്ങനെ അവരോട് പെരുമാറിയേനും. പക്ഷെ അതിലും ഏറെ ഒരുപക്ഷെ അബ്രഹാം അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിരിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്നതായ സ്നേഹവും ബഹുമാനവും ആദരവും എല്ലാം തന്നെ ദൈവം പരിഗണിക്കുകയും ദൈവം നമുക്ക് അതിനുള്ള പ്രതിഫലം നൽകുകയും ചെയ്യും. നമ്മളുടെ സ്വഭാവത്തിന് പ്രതിഫലമുണ്ടെന്ന് വിശുദ്ധ വേദോസം പറയുന്നില്ലേ?
കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, ഈ ഒരു ചെറിയൊരുവന് ഒരു ഗ്ലാസ് തണ്ണീർ നിങ്ങൾ കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. അതിൻ്റെ അർത്ഥം അതുപോലും സ്വർഗത്തിൽ അക്കൗണ്ടബിൾ ആണ് എന്നുള്ളത് നമുക്ക് അറിയുവാൻ സാധിക്കും. അതേപോലെ തന്നെ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ കൂടുതലായി കടന്നു വരുവാനും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കഴിയണം. അതുപോലെ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്തത് മറന്നു കളവാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ളവനല്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തെയും ദൈവം ശ്രദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകുകയും ചെയ്യുന്നു. ഇവിടെ അബ്രഹാം ഈ പുരുഷന്മാരോടുകൂടെ അവരെ യാത്ര അയപ്പാൻ പോകുന്നു. അങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കോണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതി ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയെ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പ്രധാനമായിട്ടും ദൈവം ദൈവത്തോട് തന്നെ പറയുന്നതായ കാര്യങ്ങളാണ്. ദൈവം ദൈവത്തോട് തന്നെ. ഒരുപക്ഷെ ഈ യാത്രയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ ഈ പുരുഷന്മാരിൽ ഒരുവൻ ഈ യാത്രയിൽ അവനിൽ തന്നെ ചിന്തിക്കുന്നു. ദൈവത്തിന്റെ ചിന്ത ഇവിടെ ദൈവം വെളിപ്പെടുത്തുന്നു നമ്മളോട്. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമ്മളെ വെളിപ്പെടുത്തുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നാം ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇത് വളരെ മനോഹരമായ ഒരു ചിന്തയല്ലേ? നോക്കൂ, അബ്രഹാം ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം അവനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇത് നമുക്ക് ദൈവം നൽകുന്ന ഒരു ഗ്യാരണ്ടിയാണ്. അതായത് നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് അവനോട് കൂടെ നമ്മളായിരുന്നാൽ, ഞാനൊരു ഉറപ്പ് പറയട്ടെ, ദൈവം നിങ്ങളെക്കുറിച്ച് ആ യാത്രയിൽ ചിന്തിക്കുന്നവനായ ദൈവമാണ്. കേവലം ഒരു ചിന്തയല്ല. വിശുദ്ധ വേദോസ്തലത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്നതായ നിരൂപണങ്ങൾ അത് ദോഷമുള്ളതല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ യെരമ്യാ പ്രവചനം 29 അധ്യായം 11 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കോണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ഐ നോ വാട്ട് ഐ ആം തിങ്കിങ്. അതിൻ്റെ അർത്ഥം അവൻ ചിന്തിക്കുന്നത് മറക്കുന്ന ദൈവമല്ല. നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകാറുണ്ട്, എന്നാൽ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറക്കാറില്ല. നോക്കൂ, ദൈവം പറയുന്നു, എൻ്റെ ചിന്തകൾ പോലും ഞാൻ മറക്കില്ല. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം തന്നെ ഞാൻ ഓർത്തിരിക്കുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കൂ, ആ ചിന്തകളുടെ നേച്ചർ ദൈവം പറയുന്നു. ഒരുപക്ഷെ നമ്മൾ സാധാരണയായിട്ട് മറ്റുള്ളവരോട് പറയാറുണ്ട്, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കും, അത് നല്ലതിനാണോ അതോ ദോഷത്തിനാണോ? പക്ഷെ ദൈവം പറയുന്നു, ദൈവത്തിൽ ദോഷമില്ല. ദൈവം ദോഷമായി ചിന്തിക്കുന്നവനല്ല, മറിച്ച് ദൈവം ഏത് കാര്യവും ചിന്തിച്ചാലും അത് നമ്മുടെ നന്മയ്ക്കാണ്. നമ്മെ ശിക്ഷിക്കുന്ന കാര്യങ്ങൾ ദൈവം ചിന്തിച്ചാൽ പോലും അത് നന്മയ്ക്കാണ്. ഇവിടെ സൊദോം ഗൊമോറയെ നശിപ്പിക്കാനുള്ള ചിന്ത ദൈവത്തിൻ്റെ ഉള്ളിൽ വരുമ്പോഴും അവിടെ ദൈവം ഒരു നന്മയുടെ വശം കാണിക്കുന്നുണ്ട്. അതായത് ആ ദേശത്ത് ഒരു നീതിമാൻ ആ ദേശത്ത് താമസിച്ചുകൊണ്ട് ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ദേശത്ത് ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുവാനും കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് ആണ് ദൈവം ആ ദേശത്തിന് ഗുണകരമാക്കാൻ പോകുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ആ ദേശത്ത് അങ്ങനെയുള്ള ഒരുവൻ ഇല്ല. അപ്പോൾ ദൈവം നന്മയ്ക്കായി ചിന്തിക്കുന്ന ദൈവമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ നശിപ്പിക്കാനുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. ശിഷ്യന്മാർ ചോദിച്ചില്ലേ, കർത്താവേ, ഞങ്ങൾ മുങ്ങിപ്പോകാൻ പോകുന്നു, ഞങ്ങൾ ചാവാൻ പോകുന്നു, നീ ഒന്നും അറിയുന്നില്ലയോ എന്ന് യേശുവിനോട് ചോദിച്ചില്ലേ? അപ്പോഴും നമുക്കറിയാം, അതൊന്നും ദോഷത്തിനല്ല, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. അവൻ ആ പടകിൽ ഉറങ്ങുന്നെങ്കിൽ അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് അവയെ അമർത്തുന്നവനാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അതൊന്നും നിങ്ങൾക്ക് നാശകരമായി മാറുകയില്ല. അതിനെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇവിടെ ദൈവത്തെ തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചത്. യിരെമ്യാവിന്റെ പ്രവചനം 29:11 നമ്മൾ വായിച്ചല്ലോ,
നമ്മെക്കുറിച്ച് ദൈവം നിരൂപിക്കുന്നതായ നിരൂപണങ്ങൾ ഇന്നവയെന്ന് താൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിന്തിക്കുന്നവനാണ്. ഇവിടെ നമ്മൾ കണ്ടതുപോലെ അബ്രഹാം ആ പുരുഷന്മാരോട് യാത്ര ചെയ്യുമ്പോൾ അതിൽ കർത്താവ് അവനെക്കുറിച്ച് ചിന്തിക്കുന്നവനായ അതേ ദൈവമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതാനും ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ചിന്ത തന്നെ നമ്മൾ അടുത്ത ദിവസങ്ങൾ വീണ്ടും ചിന്തിക്കുന്നതാണ്. കുറെ കൂടെ ആത്മീകമായ ആശയങ്ങൾ അതിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അബ്രഹാമിനെ പോലെ ദൈവത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവം എങ്ങനെയുള്ളവനാണെന്ന് സങ്കീർത്തന പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. അബ്രഹാമിനെ ദൈവം അറിയിക്കുന്നത് അവൻ്റെ നിയമങ്ങളാണ്. അതായത് ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന നിയമങ്ങൾ അവരെ അറിയിക്കും. പക്ഷേ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയണം, ദൈവത്തിൻ്റെ സഹിത്വം നമുക്കുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം ഈ ചിന്തയുടെ തുടർച്ചയായിട്ടുള്ള ചിന്ത തന്നെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. എന്നാൽ അതിനു മുമ്പായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അതെ, ദൈവത്തിൻ്റെ സഹിത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മൾ ദൈവത്തോടു കൂടെ യാത്ര ചെയ്യുന്നവരും ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നവനുമാണെന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇന്നലെ നമ്മൾ കേട്ടു, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവൻ മാത്രമല്ല, നമ്മെ ശിക്ഷിക്കുന്നവനും കൂടിയാണ്. ഇന്ന് നമ്മൾ കേട്ടു, അതെ, നാം ദൈവത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ്. അതെ, എത്ര മനോഹരമായ സന്ദേശമാണ് നമുക്കിന്ന് കേൾക്കുവാൻ കഴിഞ്ഞത്. നമ്മെ തന്നെ ദൈവരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾക്കായി സ്തോത്രം. ഈ വചനം ദൈവത്താൽ അനുഗ്രഹീതമായി ഞങ്ങൾക്ക് നൽകിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അബ്രഹാമിനെ പോലെ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ മുമ്പിട്ട് നിന്ന്, കർത്താവെ, നീ ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ള കാര്യം ഗ്രഹിച്ചുകൊണ്ട് അതൊന്നും ദോഷത്തിനല്ല, എല്ലാം നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കുവാനും ഉറപ്പിക്കുവാനും എന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ സന്ദേശങ്ങൾ അയയ്ക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായി കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ അറിയിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.